നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ മുഖം മാത്രമാണ് ഈ വ്യക്തിയുടെ കണ്ണിൽ നിറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ മാത്രമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു അത്യപൂർവമായ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി പലപ്പോഴും പല സാഹചര്യങ്ങളിലുമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലോ വാക്ക് തർക്കത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ബ്രേക്കപ്പ് പറഞ്ഞിട്ടായിരിക്കാം പോയിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ കേവലം മിണ്ടാതിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി എന്തൊക്കെ പറഞ്ഞ് ദൂരേക്ക് പോയാലും, ദൂരേക്ക് മറഞ്ഞു പോയാലും, നിങ്ങളുടെ അരികത്ത് നിന്നും ദൂരേക്ക് മറഞ്ഞു പോയാലും വീണ്ടും ഈ വ്യക്തി കറങ്ങി തിരിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സംഭവിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ഒരേ കാര്യങ്ങൾ ഒരേ പാറ്റേണിൽ തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എല്ലാ തരത്തിലും എടുത്തുചാട്ടം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ എടുത്തു ചാടിക്കൊണ്ട് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാതെ, സാവകാശം മനസ്സിലാക്കാതെ, വരും വരായികകളെ കുറിച്ച് ചിന്തിക്കാതെ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു വാശിയുടെ പുറത്തോ എടുത്തു ചാടിക്കൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പലതരത്തിലും ഉള്ള വേർപിരിയൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്തിരിഞ്ഞു പോകുന്നത് ഈ വ്യക്തി തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പോയതുപോലെ തന്നെ കുറച്ചാഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്കിവിടെ വളരെ അത്ഭുതപരമായി കാണുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ചധികം അകലെ നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി ആ ഒരു ദൂരസ്ഥലം, അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിലുള്ള ആ ദൂരസ്ഥലത്ത് നിന്നും എങ്ങനെയെങ്കിലും ആ ഒരു ഡിസ്റ്റൻസ് കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വളരെയധികം ദയയും സഹതാപവും സ്നേഹവും അടുപ്പവുമാണ് ഇപ്പോൾ നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപിരിയാൻ സാധിക്കാത്ത വിധത്തിലാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാലാഖ, സാക്കിയൽ എന്ന് പറയുന്ന മാലാഖയാണ് ഇന്നത്തെ വായനയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ കമ്പാഷൻ, ഫ്രീഡം ആൻഡ് ഫോർഗീവ്നെസ് ആണ് കിട്ടിയിട്ടുള്ളത്. അനുകമ്പ, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ക്ഷമ ചോദിക്കുക, മാപ്പ് പറയുക, അല്ലെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം ക്ഷമിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പക്ഷെ തേർഡ് പാർട്ടിയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ വാശികളിൽ നിന്നുമുള്ള, വാശിയും വൈരാഗ്യത്തിന്റെയും എടുത്തുചാട്ടത്തിന്റെയും മുന്നിലേക്കുള്ള അതിൽ നിന്നുമുള്ള ഒരു സ്വാതന്ത്ര്യമായിരിക്കാം. എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്.
ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് ഈ വ്യക്തി പലപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ഈ വ്യക്തി നിങ്ങളുമായി അടുത്തിടപഴകുവാനും മുന്നോട്ട് സ്നേഹിച്ചുകൊണ്ട് പോകുവാനും ഒക്കെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് അറിയാം, നിങ്ങൾ വളരെ ഇമോഷണൽ പരമായി മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സങ്കടം വരും, കരച്ചിൽ വരും, കരയും, ഇങ്ങനെയുള്ള വ്യക്തികളാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് പണ്ട് മുതൽ തൊട്ട് ശീലിച്ചു വന്നിട്ടുള്ള ചില എടുത്തുചാട്ടത്തിന്റെ പേരിലൊക്കെ ഈ വ്യക്തി പോലും അറിയാതെ വളരെ പെട്ടെന്ന് തന്നെ പ്രകടമാക്കുന്ന വാശിയും ദേഷ്യവും ഒക്കെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ ഈ പ്രണയബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു നീതി വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ആ നീതിയിലൂടെ സന്തോഷകരമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് സാധ്യമാവുക തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ചുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് അസാധാരണമായ ഒരു മനഃശക്തിയും ആത്മവിശ്വാസവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ മനോഹരമായ ചിരിച്ച മുഖവുമാണ് ഈ വ്യക്തിയുടെ കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കുകയില്ല. നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഐശ്വര്യമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തി ഒരു തരത്തിലും പിന്നിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പുറകിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ചാരിയറ്റ് ഊർജമാണ്, അതുപോലെ ജേണിയുടെ എനർജിയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വ്യക്തി ഒരു യാത്രയിലായിട്ട് കാണപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ കുറച്ചധികം യാത്ര ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുമാണ് മറ്റൊരു സത്യം. ഇത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. നല്ല രീതിയിൽ തന്നെ എടുത്തു ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയം ഓരോ നിമിഷവും കീറിമുറിച്ച നിലയിൽ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുമായി ഈ വ്യക്തിക്ക് പൊരുത്തപ്പെടാനാകുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന പ്രവർത്തികളോ ഈ വ്യക്തിക്ക് അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തിന്റെ രാവുകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളിൽ നിന്നും കിട്ടുന്ന സന്തോഷം വേറെ ആരിൽ നിന്നും ലഭിക്കുകയില്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഈ വ്യക്തി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യം കൂടിയാണ്. അതുമാത്രമല്ല, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ആ ഒരു നല്ല കാര്യങ്ങൾ ആസ്വദിക്കണമെങ്കിൽ, അതായത് ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ആ നല്ല കാര്യങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം പ്രാധാന്യം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ മുഖം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.